الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. വിശുദ്ധ റമദാൻ മാസം വിട പറയുകയാണ്. ഒരു അതിഥി വരുന്ന പോലെ മുസ്ലിം ലോകം ഒരുങ്ങിയിരിക്കുകയും സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഈ മാസം ഇതാ നമ്മിൽ നിന്ന് വിട്ടുപിരിയുന്നു. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ജുമാ ഖുത്ബകളിൽ അറബി ഭാഷയിൽ നടത്തുന്ന ജുമാ പ്രസംഗങ്ങളിൽ പലരും പറയാറുണ്ട്, അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ, അല്ലയോ റമളാൻ മാസമേ താങ്കൾക്ക് സലാം. ഒരു സുഹൃത്ത്, ഒരു അതിഥി, വളരെ അടുത്ത ഒരു വ്യക്തി വന്നു പോകുമ്പോൾ സലാം പറയും പോലെ, വിട നൽകും പോലെയാണ് ഈ റമളാൻ മാസത്തിന് വിട്ടുപോകുന്ന സന്ദർഭത്തിൽ മുസ്ലിം ലോകം കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കടവും ദുഃഖവും ഒരു വേർപാടായി തോന്നുന്നതും എന്തുകൊണ്ടാണ് എന്ന് നാം നോക്കിയാൽ അറിയാം. ഇതൊരു നല്ല കാലമാണ്. നമ്മളിപ്പോൾ അവസാന 10-ലാണ്. റമദാൻ മാസം എല്ലാ മാസങ്ങളെക്കാളും ഏറെ പോരിശയുള്ള മാസം. അതിൻ്റെ അവസാനത്തെ 10 റമദാനിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങൾ. ഇവിടെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആലോചന നടത്തേണ്ട സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എന്ത് നേടിയെന്നും ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ത് നേടാൻ കഴിയുമെന്നും നാം ആലോചിക്കുക. അവസാന 10ൻ്റെ പ്രത്യേകത ഒന്ന്, ഈ അവസാനത്തെ 10-ലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത് എന്നാണ്. ലൈലത്തുൽ ഖദ്ർ ഒരു മഹാസംഭവമാണ്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് സൂറത്തുൽ ഖദ്ർ എന്നൊരു സൂറത്ത് തന്നെയുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം സലാമുൻ മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹ് പറയാണ്, തീർച്ചയായും ഈ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖദ്റാണ്. ലൈലത്തുൽ ഖദ്ർ എന്താണ് എന്നറിയണ്ടേ? അത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായതാണ് എന്നാണ്. 1000 മാസം 83 വർഷത്തിലധികം ഉണ്ടാകും. ഒരു വർഷം 12 മാസം എന്ന നിലക്ക് നാം കൂട്ടി നോക്കിയാൽ 1000 മാസം 83 വർഷത്തേക്കാൾ ഏറെയുണ്ടാകും. അപ്പോൾ ഒരു മനുഷ്യൻ അന്ന് ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അത്രയും വലിയ പ്രതിഫലമുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നാണ്. 60
70 വയസ്സുകൾക്കിടയിലാണ് എൻ്റെ ഈ സമൂഹത്തിൻ്റെ ആയുസ് എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യായുസ്സിനേക്കാൾ ഏറെ പ്രാധാന്യവും പുണ്യവുമുള്ള ഒരു രാത്രി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ രാത്രി തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ. എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യമുണ്ടായത്? ലൈലത്തുൽ ഖദ്റിലാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഈ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറക്കി എന്നത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസം റമളാൻ മാസം, റമളാനിലെ ലൈലത്തുൽ ഖദ്ർ. അപ്പൊ മനുഷ്യരാശിയുടെ വിജയത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഏറ്റവും കുറ്റമറ്റ നിലക്കുള്ള ഒരു നിയമസംഹിത വേദഗ്രന്ഥം ഖുർആൻ നൽകി എന്നതാണ് അതിൻ്റെ മഹത്വം. ഇത്രയും മഹത്വമുള്ള ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ അവതരിച്ചു തുടങ്ങിയത് എന്നും ഈ ഖുർആനിനെ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഒന്നിച്ചിറക്കിയതാണ് എന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏത് അഭിപ്രായമായാലും ഖുർആൻ ഇറങ്ങിയ ദിവസം ലൈലത്തുൽ ഖദ്റാണ്, ഖുർആൻ ഇറങ്ങിയ മാസം അത് റമളാൻ മാസമാണ്. അപ്പൊ ഈ ലൈലത്തുൽ ഖദ്ർ അന്നൊരു ദിവസമാണ് ഖുർആൻ ഇറങ്ങിയത് ശരി, പക്ഷേ അതിൻ്റെ ആവർത്തനങ്ങളുണ്ട്. ആ ദിവസത്തിന് അതിൻ്റെ പ്രാധാന്യവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖദ്റിൽ നമസ്കരിച്ചാൽ, രാത്രി നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്, ഈമാനം വഹ്തിസാബൻ, ഈമാനോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും, ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന്. ഇത് മൻ ഖാമ റമളാന, റമളാനിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ എന്നും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രി എന്ന നിലയിൽ അതിനെ പ്രതീക്ഷിക്കേണ്ട സമയമാണിത്. അവസാനത്തെ 10-ലാണെന്നും അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിലാണെന്നും അവസാനത്തെ 10-ലെ പല രാത്രികളിലാണ് എന്നുമുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആ രാത്രി അള്ളാഹുവിൻ്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമും ഭൂലോകത്തേക്ക് ഇറങ്ങി വരും എന്നാണ്. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരും. വറൂഹ്, റൂഹ് എന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഒരു നാമമാണ്, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമാണ് ഇത് കാണിക്കുന്നത്. അപ്പം മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് എന്താണ് ചെയ്യുക? അത് നമ്മോട് പറഞ്ഞിട്ടില്ല. മലക്കുകളെ അല്ലാഹു തആല ഏൽപ്പിച്ച പല കാര്യങ്ങളും ഉണ്ടാകും. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണിത രാത്രി, അല്ലെ നിർണയ രാത്രി എന്നും ബഹുമാനപ്പെട്ട ഒരു രാത്രി എന്നും അർത്ഥം പറയാവുന്നതാണ്. അപ്പൊ പടച്ചവൻ പല കാര്യങ്ങളും തീരുമാനിച്ച് എഴുതി വെക്കാൻ പറയുന്നതും നടപ്പിലാക്കാൻ പറയുന്നതും മലക്കുകളെ ഏൽപ്പിച്ച കാര്യം മലക്കുകൾ ഇവിടെ നടപ്പിലാക്കാൻ വരും. അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ഈ രാത്രിയിൽ സംഭവിക്കും എന്നാണ് ഹദീസുകളുടെ വിശദീകരണത്തിൽ മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ആ രാത്രി സമാധാനമായിരിക്കുന്നതാണ്, നേരം പുലരുവോളം അതുണ്ടാകും എന്നാണ്. അപ്പൊ നമ്മൾ കാത്തിരിക്കേണ്ട, നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മൾ കൊതിക്കേണ്ട ഒരു രാവ് തന്നെയാണ് അത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലത്തിൽ അശ്ർ വന്നാൽ എന്നാണ്, അവസാനത്തെ 10 വന്നാൽ, ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസാണത്. അവസാനത്തെ 10-ലെത്തിയാൽ ശദ്ദ മിഅ്സറഹു, തൻ്റെ അരയുടുപ്പ് മുറുക്കി ഉടുക്കും എന്ന്. മുണ്ട് മുറുക്കി ഉടുക്കുക എന്ന് പറയുന്നില്ലേ, അതിന് 2 അർത്ഥമുണ്ട്. ഒരർത്ഥം ഒരുങ്ങുക എന്നാണ്, ഒരുങ്ങുക. മറ്റൊരർത്ഥം ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ്. ഈ അവസാന 10 ഇബാദത്ത് തന്നെ
ഇപ്പൊ എഴുത്തിക്കാഫും മറ്റൊക്കെ ഉണ്ടാകുമല്ലോ. വഅഹ്യാ ലൈലഹു, രാത്രിയെ ഹയാത്താക്കും. ഉറങ്ങാതെ ദിക്റും ദുആവും സലാത്തും ഖുർആനോത്തും തറാവീഹ് നമസ്കാരവും എല്ലാമായിരിക്കും. വഅഹ്യാ വഅയ്ഖള അഹ്ലഹു, തൻ്റെ അഹ്ലിനെ കുടുംബത്തിനെ വിളിച്ചുണർത്തി നിസ്കരിക്കാനും ഖുർആനോദാനും ദിക്റ് ചൊല്ലാനും ദുആ ചെയ്യാനും ഒക്കെ പറയും എന്നർത്ഥം. അപ്പോൾ രാത്രിയിൽ ധാരാളമായി നമ്മൾ ഇബാദത്തിലും ദുആയിലും ആവേണ്ടതുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്ർ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അവസാനത്തെ 10 കൂടുതലായി പരിശ്രമിക്കുമായിരുന്നു. അത് വളരെ കൂടുതലായി. അന്ന് അൽ അശ്റുൽ അവാഹിറില് മാലാ യജ്തഹിദു ഫി ഗൈരി, മറ്റ് ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ ഏറെ കൂടുതലായി ഈ അവസാന 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കുമായിരുന്നു, പരിശ്രമിക്കുമായിരുന്നു എന്നതാണ്. അപ്പൊ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോമ്പിലാണല്ലോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ മതി. ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ കരുതിയാൽ, ശ്രദ്ധിച്ചാൽ, ജാഗ്രത പുലർത്തിയാൽ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. ഒന്ന്, നോമ്പെടുക്കുന്നത് വളരെ നല്ല നോമ്പായിരിക്കണം. നമ്മളില്ലേ സാധനങ്ങളൊക്കെ പറയാം, ക്വാളിറ്റി ഉള്ള സാധനം, കേടുപാടില്ലാത്ത സാധനം, നശിക്കാത്ത സാധനം, അങ്ങനെ നല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ നല്ല നിയ്യത്തോടുകൂടി, അള്ളാഹുവിനോടുള്ള തൃപ്തിയോടുകൂടി, അള്ളാഹു തആല ഇത് സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി, ഇതിന് യാതൊരു ദോഷവും പറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട്, സംസാരം ശ്രദ്ധിച്ചുകൊണ്ട്, പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, മനസ്സിനെ നന്നാക്കിക്കൊണ്ട് നല്ല വിലയുള്ള, നല്ല നിലവാരമുള്ള, നല്ല ക്വാളിറ്റിയുള്ള നോമ്പായി മാറാൻ നോക്കുക. മറ്റൊന്ന്, ഈ റമദാൻ മാസത്തിൽ കൂടുതലായി നമ്മൾ പള്ളിയിൽ ബന്ധപ്പെടുക, പള്ളിയുമായി. അതാണ് എഴുത്തിക്കാഫ്. എപ്പോൾ പള്ളിയിൽ വന്നിരിക്കുന്നതും പുണ്യമാണ്. പള്ളിയിൽ വന്നിരിക്കുന്ന റജുലുൻ മുഅല്ലഖുൻ ഖൽബുഹു ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ച മനുഷ്യന് അല്ലാഹു തആല അന്ത്യദിനത്തിൽ മറ്റൊരു തണലുമില്ലാത്ത ദിവസം പ്രത്യേകം തണൽ നൽകും. 7 വിഭാഗം ആളുകൾക്ക് ഒരു വിഭാഗം അതാണ് പള്ളിയുമായി ഹൃദയബന്ധം. എഴുത്തിക്കാഫിന്റെ പൂർണ്ണ രൂപം അവസാനത്തെ 10 ദിവസം റമദാനിൽ രാത്രിയും പകലും പള്ളിയിൽ കഴിയലാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പൂർണ്ണ രൂപം. എന്നാൽ ഒരാൾക്ക് പകൽ മാത്രമാണ് വന്ന് പള്ളിയിൽ താമസിക്കാൻ കഴിയുക, ഒരാൾക്ക് രാത്രി മാത്രമാണ് വരാൻ കഴിയുക, ഒരാൾക്ക് ഒരു ദിവസമാണ്, ചില സമയങ്ങളാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അതൊക്കെ പുണ്യകരമാണ്, അതൊക്കെ എഴുത്തിക്കാഫുമാണ്. പക്ഷെ പൂർണ്ണതയാണ് 10 ദിവസം എന്ന് പറഞ്ഞത്. അപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ പള്ളികളിലൊക്കെ പകൽ ജോലിക്ക് പോകുന്നവരും അധ്വാനിക്കുന്നവരും രാത്രിയിൽ വന്നിരിക്കാറുണ്ട്, ചിലർ പകൽ വന്നിരിക്കാറുണ്ട്. അതൊക്കെ നല്ലതാണ് എഴുത്തിക്കാഫ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതല്, സദഖ ചെയ്യല്, അതും ഈ റമദാനിൽ വളരെ പുണ്യം കൂടുതലുള്ളതാണ്. സുലത്തുർ റഹിം, കുടുംബബന്ധം പുലർത്തൽ. കുടുംബബന്ധം പുലർത്തുക എന്നത് ഒരു വലിയ അമലാണ്. കുടുംബബന്ധം തകർക്കുക എന്നത് വലിയ കുറ്റവുമാണ്. കുടുംബബന്ധം തകർക്കുന്നവനെ അല്ലാഹു തആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എല്ലാവർക്കും ഉണ്ടാകും കുടുംബബന്ധം തകരാറായ അവസ്ഥ. പലരും മാതാപിതാക്കളും മക്കളും ജ്യേഷ്ഠനും അനുജനും അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലറ കാര്യത്തിന് തെറ്റിപ്പോയവരുണ്ടാകും, പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും, സംസാരിക്കാൻ പാടില്ലാത്തത് സംസാരിച്ചു പോയവരുണ്ടാകും. പലതും അത് മുഴുവനും ദുനിയാവിൻ്റെ കാര്യത്തിലുമായിരിക്കും, ആഖിറത്തിന്റെ കാര്യത്തിലല്ല അധികവും സംഭവിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളാണ് അതിന് താല്പര്യം എടുക്കേണ്ടത്. ഞാനാണ് തെറ്റിയതെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ട ഒരാളോട്, മക്കളോടോ പെങ്ങളോടോ ജ്യേഷ്ഠനോടോ അനുജനോടോ ഞാനാണ് തെറ്റിയതെങ്കിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇത് റമദാൻ മാസമല്ലേ, നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരല്ലേ, നമുക്ക് നമ്മുടെ കുറ്റം അല്ലാഹു തആല പുറത്തു തരേണ്ടതല്ലേ. അതുകൊണ്ട് തെറ്റ് ചെയ്തത് അവനാണെങ്കിലും അവളാണെങ്കിലും ശരി, ഞാൻ വിട്ടു മാപ്പാക്കി കൊടുക്കുന്നു, എനിക്കതൊന്നൊരു വിഷയമല്ല എന്ന നിലക്ക് നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് ആരോടാണോ തെറ്റിയത് ആ ആളെ പോയി കണ്ട് സലാം പറഞ്ഞ് ദുആ ചെയ്യണട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് കൈ കൊടുത്തു പോന്നാൽ ഈ റമദാൻ നമുക്ക് വലിയ ഒരു നേട്ടമായിരിക്കും. അപ്പം കുടുംബബന്ധം പുലർത്തുക, അതിന് ആവശ്യമായ വിട്ടുവീഴ്ച ചെയ്യുക,
എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റൊക്കെ വരാനുണ്ടല്ലോ. ഈ സമയത്ത് നമ്മൾ എന്താ ദുആ ചെയ്യേണ്ടത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ ചെയ്തോളാൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി അതുകൊണ്ട് എനിക്ക് മാപ്പ് ചെയ്യണമേ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച ആളുകൾക്ക് അത് വിട്ടുകൊടുക്കുന്ന, പുറത്തു കൊടുക്കുന്ന, മാപ്പ് ചെയ്യുന്ന അല്ലാഹുവേ, മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവേ, എൻ്റെ തെറ്റുകുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എനിക്ക് മാപ്പ് ചെയ്യണമേ. അതാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആയുടെ അർത്ഥം. ഇത് നമ്മളൊക്കെ പറയും. പക്ഷെ പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് അള്ളാഹിനോട് നമ്മൾ ചെയ്തു പോയ, നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ മാപ്പാക്കി തരണേ എന്നാണ്, അത് വിട്ടു പുറത്ത് തരണേ എന്നാണ്. ശരി, അങ്ങനെ പറയുന്ന നമ്മളോടൊരാൾ ചെയ്ത തെറ്റ്, പോരായ്മകൾ അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങൾ, വാക്ക് അത് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? അത് തയ്യാറില്ലെങ്കിൽ പിന്നെ നമുക്ക് അള്ള പുറത്തു തരണമെന്ന് പറയാനുള്ള യോഗ്യത എന്താ? എന്നോട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത, മോശമായത് പ്രവർത്തിച്ച ആൾക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിന് അള്ളാഹുവിനോട് പറയണം എനിക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പടച്ചവനെ പുറത്തു തരണം? അതിന് യോഗ്യത ഇല്ലല്ലോ. അപ്പൊ അതും നമ്മുടെ ഈ ദുആ സ്വീകരിക്കപ്പെടുന്നതിന് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദുആ നമ്മുടെ വലിയ ഒരു ആയുധമാണ്. ദുആ എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ ആധാരമാണ്. ദുആ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് അങ്കലാപ്പുകളായിരിക്കും. ദുആ ചെയ്യുന്ന മനുഷ്യന് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന നിലക്കുള്ള ഒരു സമാധാനവും ഉണ്ടായിരിക്കും. ദുആയുടെ ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാം? അള്ളാഹിനോട് ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള, അത് വളരെ പ്രധാനപ്പെട്ടതാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വഇദാ സഅൽത ഫസ്അലില്ലാഹ് ഫഇദാ സ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹിനോട് ചോദിക്കുക, നിങ്ങൾ സഹായം തേടുന്ന അള്ളാഹിനോട് സഹായം തേടുക. ഇതൊക്കെയാണ് നമുക്ക് ഖുർആനും ഹദീസും ഒക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്ന കാര്യം. അപ്പോൾ ദുആ ചെയ്യുന്നത് അള്ളാഹിനോട് മാത്രമായിരിക്കണം. പല ആളുകൾക്കും ആ വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ട് അള്ളാഹിനോടും ദുആ ചെയ്യും, അല്ലാത്തവരോടും ദുആ ചെയ്യും. അള്ളാഹിന്റെ കൂലി കിട്ടാൻ വേണ്ടി മക്കത്തേക്ക് ഹജ്ജിന് പോകും, അല്ലാത്തവരടുത്ത് നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി വേറെ പല സ്ഥലത്തേക്കും തീർത്ഥാടനം നടത്തും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്കെതിരാണ്. നമ്മുടെ ദുആ അത് മലീമസമായി പോകാൻ കാരണം ആവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അധികം റസൂൽ ചെയ്ത ദുആ ഏതാണെന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ആതിന, നീ ഞങ്ങൾക്ക് നൽകണമേ, ഫിദ്ദുനിയാ ഹസന, ഈ ദുനിയാവിൽ നല്ലത് നൽകണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് നല്ലത് നൽകണമേ, വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. റബ്ബനാ എന്നാണ്. നിങ്ങൾ ഖുർആൻ നോക്കിയാൽ അറിയാം, ഒരുപാട് പ്രവാചകന്മാരുടെ ദുആ ഖുർആനിലുണ്ട്. ആ ദുആകൾ അതുപോലെ ഹദീസുകളിലുണ്ട്. അത് റബ്ബനാ എന്ന്, ഞങ്ങളുടെ നാഥ, അല്ലെങ്കിൽ റബ്ബി എന്ന്, എൻ്റെ നാഥ എന്ന്, അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന്, യാ അല്ലാഹ്, അല്ലാഹുവേ എന്ന്. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടല്ലാത്ത ഒരു ദുആയും ഒരു പ്രവാചകനും നടത്തിയിട്ടില്ല. ഖുർആനിലും സുന്നത്തിലും അത് വന്നിട്ടുമില്ല. അപ്പൊ നമ്മുടെ ദുആ ശുദ്ധമാവണം. അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിച്ച്, അല്ലാഹു അല്ലാത്തവരുടെ തൃപ്തി ആഗ്രഹിച്ച്, മറഞ്ഞ വഴിയിൽ നമുക്ക് ഗുണം കിട്ടാൻ, ദോഷം മാറിക്കിട്ടാൻ നമ്മൾ ഒരു പ്രാർത്ഥനയും മറ്റൊരാളോടും നടത്താൻ പാടില്ലാത്തതാണ്. ദുആ സ്വീകരിക്കപ്പെടാൻ വേറെയും ചില ഷർത്തുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ദുആ ചെയ്യുകയാണ്, അയാളെ കണ്ടാൽ തന്നെ പൊടി പുരണ്ട്, ജടകുത്തി, മുഷിഞ്ഞ വേഷമായി അങ്ങനെ ഒരു മനുഷ്യൻ ദുആ ചെയ്യാണ്. വേറെ ഭൗതികമായി ഒന്നും തോന്നാത്ത വിധത്തിൽ അയാൾ ദുആ ചെയ്യുകയാണ്. യാ റബ്ബ്, യാ റബ്ബ്, കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? മത്അമുഹു ഹറാം,
അയാളുടെ ഭക്ഷണം ഹറാമാണ്. തിന്നുന്നത് ഹലാൽ ഹറാം നോക്കാതെ ഹറാം തിന്ന മനുഷ്യനാണ്. വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം അത് ഹറാം കൊണ്ടുണ്ടാക്കിയതാണ്. അതും വേണമല്ലോ കരുതുക, വസ്ത്രവും ഭക്ഷണമൊക്കെ ഹലാലാവണം. വഉദിയ ബിൽ ഹറാം, അയാൾ ഊട്ടപ്പെട്ടത് ഹറാമിലാണ്. എന്നിട്ട് കൈ ഉയർത്തി യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഫഅന്നാ യുസ്തജാബു ലഹു, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അപ്പൊ ദുആയുടെ മറ്റൊരു ഷർത്താണ് ഹലാലായ ഭക്ഷണവും ഹലാലായ വസ്ത്രവും ഹലാലായ ജീവിതവും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഹലാലായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇബാദത്തുകൾ ദുആകളൊക്കെ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ സുവർണാവസരം ഇബാദത്തുകൾ കൊണ്ട്, ദുആകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കുക. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്തും നല്ല വാക്കുകൾ സംസാരിച്ചും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തും ഉദാരമായി ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ടും ഇനിയുള്ള ദിവസങ്ങൾ സജീവമാക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ലോകത്ത് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ, യുദ്ധങ്ങൾ, അക്രമങ്ങൾ, അള്ളാഹുവെ അതെല്ലാം വമ്പിച്ച നാശനഷ്ടങ്ങൾ ഈ സമുദായത്തിനും ലോകത്തിനും ഉണ്ടാക്കുന്നതാണ്. ആ പ്രയാസങ്ങളിൽ നിന്ന് ഈ സമുദായത്തെയും മുഴുവൻ മനുഷ്യരെയും നീ കാത്ത് രക്ഷിക്കണമേ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ മൂലം മറ്റ് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ മൂലവും കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും രോഗങ്ങളെയും നീ മാറ്റിത്തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗകര്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.